ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതിയും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പാലക്കാട് IIT-യിലെ ഗവേഷണ സംഘം. സയൻസ് ഡയറക്റ്റ് എന്ന ഓൺലൈൻ ജേണലിലാണ് ഗോമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന പരീക്ഷണം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഗോമൂത്രത്തിലെ പരീക്ഷണം വിജയകരമായതോടെ മനുഷ്യമൂത്രം ഉപയോഗിച്ചും പരീക്ഷണത്തിനൊരുങ്ങുകയാണ് ഗവേഷണ സംഘം. IIT-യിലെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വീണ ഗംഗാധരൻ, പ്രോജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ PM ശ്രീജിത്ത്, ഗവേഷണ വിദ്യാർത്ഥി V സംഗീത, റിസർച്ച് അസോസിയേറ്റ് റിനു അന്ന കോശി എന്നിവരാണ് ഗവേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 2 വർഷം മുമ്പാണ് സംഘം പരീക്ഷണം ആരംഭിച്ചത്. പേറ്റന്റിന് അപേക്ഷിച്ചിരിക്കുകയാണ് നിലവിൽ. അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന ഇൻവെന്റീവ് മേളയിൽ ഇവരുടെ പ്രോജക്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 20,000 രൂപയാണ് ഈ പരീക്ഷണത്തിനായുള്ള വസ്തുക്കൾക്കായി ഇവർ ചിലവിട്ടത്. വാണിജ്യ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുമ്പോൾ ചിലവ് കണക്കാക്കിയിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഗവേഷണം നടക്കുന്നത്. ഒരു ചേംബറിൽ ശേഖരിച്ച ഗോമൂത്രം ആദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറു സെല്ലുകളിലേക്ക് മാറ്റുന്നു. പരസ്പര ബന്ധിതമായ ഈ സെല്ലുകളിലേക്ക് ആനോഡായി മഗ്നീഷ്യം ഇലക്ട്രോഡും കാഥോഡായി എയർ കാഥോഡും ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 50 സെല്ലുകളാണ് ഉപയോഗിച്ചത്. ഒരു സെല്ലിൽ 1000 മില്ലി ഗോമൂത്രമാണ് ശേഖരിക്കുന്നത്. മൂത്രവും ഇലക്ട്രോഡുമായുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. 10 എണ്ണമുള്ള ഒരു സെല്ലിൽ നിന്ന് ശരാശരി 1.5 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി. ഈ വൈദ്യുതി ഉപയോഗിച്ച് മൊബൈൽ ഫോൺ, എമർജൻസി വിളക്ക് എന്നിവ ചാർജ് ചെയ്യുന്നുണ്ട്. LED വിളക്കുകൾ കത്തിക്കുന്നുമുണ്ട്. മനുഷ്യമൂത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണം വിജയിച്ചാൽ ഷോപ്പിംഗ് മാളുകൾ, സ്കൂളുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ ഈ സംവിധാനം സ്ഥാപിച്ച് വൈദ്യുതിയും വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് സംഘം പറയുന്നത്.